എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശുഭദിനം നേരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് ഋതുചരിതം എന്ന 18-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകം നോക്കാം. 8-ാമത്തെ ശ്ലോകത്തിൽ നാം കണ്ടത് പൃഥുചക്രവർത്തി നടത്തുന്ന യാഗം മുടക്കുന്നതിനായി യാഗാശ്വത്തെ മോഷ്ടിക്കാനായിട്ട് ഇന്ദ്രൻ വരുന്നതും ആ ഇന്ദ്രനെ വധിക്കാനായിട്ട് മഹർഷിമാർ തീരുമാനിക്കുമ്പോൾ ആ മഹർഷിമാർ യാഗാഗ്നിയിൽ പൃഥുചക്രവർത്തി വധിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും യാഗപശുവിനെ അല്ലാതെ മറ്റും ജന്തുക്കളെയോ അല്ലെങ്കിൽ ജീവികളെ ഹനിക്കുന്നത് പാപമായതുകൊണ്ട് മഹർഷിമാർ യാഗാഗ്നിയിൽ ഹോമിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് ബ്രഹ്മാവ് വന്ന് തടഞ്ഞ് യാഗം അവസാനിപ്പിക്കാൻ പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ യാഗം അവസാനിപ്പിച്ച ആ പൃഥുചക്രവർത്തിയുടെ മുമ്പിലേക്ക് ഭഗവാൻ ശ്രീ മഹാവിഷ്ണു പ്രത്യക്ഷനാകുന്നു. അങ്ങനെ പൃഥുചക്രവർത്തി സ്വയം ഭഗവാന്റെ അവതാരമാണ്, ആ ചക്രവർത്തി മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് ദൃഢപ്പെടുത്തിയിരിക്കുകയാണ് അവിടെ 8-ാമത്തെ ശ്ലോകത്തിൽ. ഇനി 9-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേഘാം ഗംഗാന്തേ വിഹിതപദ കഥാഭിദേവ സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസൻ ഐക്ഷിഷ്ഠാസനകമുഖാൻ മുനീൻ പുരസ്താദ്. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതപദ കഥാഭിദേവ സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസൻ ഐക്ഷിഷ്ഠാസനകമുഖാൻ മുനീൻ പുരസ്താദ്. തദ്ദത്തം, ഹേ ദേവ, ഏകാം ഭക്തിം വരം ഉപലഭ്യ കഥാഭി ഗംഗാന്തേ വിഹിതപദഃ ത്വം സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസൻ പുരസ്താദ് സനകമുഖാൻ മുനീൻ ഐക്ഷിഷ്ടാഹ. തദ്ദത്തം വരം ഉപലഭ്യ എന്ന് പറഞ്ഞാൽ അവിടുന്ന് കൊടുത്ത, ഭഗവാനെ മഹാവിഷ്ണു കൊടുത്ത വരം ഉപലഭ്യ, വരം ലഭിച്ചിട്ട് ഭക്തിമേകാം, എന്ത് വരമാണ് ലഭിച്ചതെന്ന് നോക്കൂ. ഏകഭക്തി, അതായത് ഭഗവാനിൽ അചഞ്ചല ഭക്തിയാകുന്ന ആ വരത്തെ ലഭിച്ചിട്ട് അത് മാത്രമാണ് ആഗ്രഹിച്ചത്. ഗംഗാന്തേ വിഹിതപദഃ കഥാപി ദേവ. ഇനി ഗംഗ യമുന സംഗമസ്ഥാനത്ത് ചെന്ന് അവിടെ ഇരിപ്പുറപ്പിച്ചു. അവിടുന്ന് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഇവിടെ പൃഥുചക്രവർത്തിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൃഥുചക്രവർത്തി അവിടെ ഒരു മഹായജ്ഞം നടത്തുകയാണ്, ഒരു മഹാസത്രം നടത്തി. അതിൽ പങ്കെടുക്കാനൊക്കെ വന്നിരിക്കുന്ന സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസൻ, അപ്പോൾ ആ മുനിമാർക്ക് ധർമ്മോപദേശം കൊടുക്കുന്ന അവസരത്തിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പൃഥുചക്രവർത്തി മഹാസത്രം നടത്തി. അതിൽ പങ്കെടുക്കുന്ന മുനിമാർക്ക് ആ ഹിതോപദേശം, ആ ധർമ്മോപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പുരസ്താദ്, അവരുടെ മുമ്പിലേക്ക് സനകമുഖാൻ മുനീൻ പുരസ്താദ് ഐക്ഷിഷ്ടാഹ, ആ സനക മുനിമാർ അവരുടെ ആ പൃഥുചക്രവർത്തിയുടെ മുമ്പിലേക്ക് പ്രത്യക്ഷനായി. സനകാദി മുനിമാരെ കാണുന്നത് വളരെ ശ്രേഷ്ഠമാണ്, സർവ്വപാപഹരമാണെന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ദർശനഭാഗ്യം പൃഥുചക്രവർത്തിക്ക് ഉണ്ടാകുന്നു. ഒന്നുകൂടെ നോക്കാം ശ്ലോകം. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതപദ കഥാപി ദേവ സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസൻ ഐക്ഷിഷ്ഠാസനകമുഖാൻ മുനീൻ പുരസ്താദ്. ഇനി നമുക്ക് 9-ാമത്തെ ശ്ലോകം കഴിഞ്ഞ് ഇനി 10-ാമത്തെ ശ്ലോകത്തിലെ അർത്ഥം നോക്കാം. ഇവിടെ 9-ാമത്തെ ശ്ലോകത്തിൽ നാം കണ്ടു അവതാരമൂർത്തിയായ ഭഗവാൻ സ്വയം പ്രത്യക്ഷനായി. അങ്ങനെ കണ്ടിട്ട് ആ പൃഥു ചക്രവർത്തിയുടെ മുമ്പിലേക്ക് സനക മുനിമാർ വരുന്നതാണ് കണ്ടത്. ഇനി നമുക്ക് 10-ാമത്തെ ശ്ലോകം നോക്കാം. വിജ്ഞാനം സനകമുഖോദിതം ദധാനഃ സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവി തത്താദൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗഘം പ്രശമയ വാതഗേഹവാസിൻ. വിജ്ഞാനം സനകമുഖോദിതം ദധാനഃ സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവി തത്താദൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗഘം പ്രശമയ വാതഗേഹവാസിൻ. സനകമുഖോദിതം വിജ്ഞാനം ദധാനഃ വനാന്തസേവി ത്വം സ്വയം സ്വാത്മാനം അഗമഃ
ഹേ വാതഗേഹവാസിൻ ഈശ തത്താദൃക് പൃഥുവപുഃ ത്വം മേ രോഗൗഘം സത്വരം പ്രശമയ. ഇവിടെ ഭഗവാൻ അവതാരമൂർത്തിയായ ഭഗവാൻ സ്വയം കർമ്മം ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്നു എന്നാണ് ഈ 10ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മതത്വജ്ഞാനം, പരമാത്മജ്ഞാനമാണ് പറഞ്ഞിരിക്കുന്നത്. സനകമുഖോദിതം, ആ സനകാദി മുനികളുടെ മുഖത്ത് നിന്ന് പ്രകാശിച്ചതാണ്. അതായത് സനകാദി മുനികൾ ഉപദേശിച്ച ദധാനഹ എന്ന് പറഞ്ഞാൽ അത് സ്വീകരിച്ചിട്ട് ഗ്രഹിച്ചിട്ട് വനാന്തസേവി ത്വം സ്വയം സ്വാത്മാനം അഗമഹ, അവിടുന്ന് തപോവനവാസിയായി അവിടുന്ന് ഭഗവാൻ തന്നെ സ്വയം സ്വന്തം സ്വരൂപത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ മോക്ഷം പ്രാപിച്ചു എന്നർത്ഥം. തപോവനവാസിയായി ആ സനകാദി മുനികളുടെ ഉപദേശം സ്വീകരിച്ച് പരമാത്മജ്ഞാനം സ്വീകരിച്ച് തപോവനവാസിയായി മോക്ഷത്തെ പ്രാപിച്ചു, സ്വന്തം സ്വരൂപത്തെ പ്രാപിച്ചു. ഹേ വാതഗേഹവാസിൻ, പിന്നീട് പറഞ്ഞിരിക്കുകയാണ് വാതഗേഹവാസിൻ, വാദം വായു, കാറ്റ്, ഗേഹം ആലയം, വീട്. ഇവിടെ ഗുരുവായൂരപ്പനെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. തത്താദൃക് പൃഥു വപുരീശ്വര, വപുരീശ, വപുഹു ശരീരമാണ്. തത്താദൃക് പൃഥു വപുരീശ സത്വരമ്മേ, അല്ലയോ സർവേശ്വര ഗുരുവായൂരപ്പ, ആ പൃഥുവായി അവതരിച്ച് ഇപ്രകാരം പൃഥുവായി അവതരിച്ച് ധർമാനുഷ്ഠാനങ്ങളാൽ മാതൃക കാണിച്ച അങ്ങ് എൻ്റെ രോഗങ്ങളെ പ്രശമയ, ശമിപ്പിച്ചാലും. രോഗൗഘം, രോഗങ്ങളുടെ കൂട്ടമാണ്, ഒരുപാട് രോഗങ്ങളുണ്ട്, എൻ്റെ രോഗങ്ങളെല്ലാം സത്വരം മാറ്റിത്തരണമേ എന്ന് ശ്രീ മേൽപ്പത്തൂർ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഭാഗവതത്തിൽ 4ാമത്തെ സ്കന്ധത്തിലാണിത് പറഞ്ഞിരിക്കുന്നത്. 13 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിൽ ആ പൃഥുവിൻ്റെ ചരിത്രം പറഞ്ഞിരിക്കുന്നത് ഇവിടെ അവസാനിക്കുകയാണ്. ഈ 18ാം ദശകം ഭഗവാനെ ഗുരുവായൂരപ്പ കൃഷ്ണ, ഹരേ കൃഷ്ണ, പാഹി മാം പാഹി. നമുക്കിനി അടുത്ത വീഡിയോയിൽ 19ാം ദശകം നോക്കാം. പ്രചേതസ്സുകളുടെ കഥ എന്ന 19ാം ദശകം അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.